നമ്മൾ എഴുന്നേൽക്കുക, ഭാര്യനെ വിളിച്ചോണത്ത, ഭാര്യയാണോ ആദ്യം എഴുന്നേറ്റത് എന്നാ പിന്നെ ഭർത്താവിനെ വിളിച്ചോണത്ത. 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ റസൂൽ ചില ഭർത്താക്കന്മാർക്ക് വേണ്ടിയും ഭാര്യമാർക്ക് വേണ്ടിയും അനുഗ്രഹത്തിന് വേണ്ടി മുൻകൂറായി അഡ്വാൻസ്ഡായി പ്രാർത്ഥിച്ചു പോയിട്ടുണ്ട്. എത്ര വലിയ പുണ്യ! റസൂലുള്ള കുറച്ച് പുതിയാപ്പിളാർക്കും പുതിയണ്ണങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. കുറെ മുമ്പ് പ്രാർത്ഥിച്ചതാ, അന്ന് നിലനിൽക്കുകയാണ്. എന്താ വിഷയം? റഹിമല്ലാഹു റജുല, അള്ളാഹു ഒരു ഭർത്താവിനെ അനുഗ്രഹിക്കട്ടെ. ഖാമ മിനൽ ലൈലി, അയാൾ രാത്രിയിൽ എഴുന്നേറ്റു, ഫസല്ല, എന്നിട്ട് അയാൾ നിസ്കരിച്ചു. സുമ്മ ഖദ ഇംറാത്തുഹു, പിന്നീട് അയാളുടെ ഭാര്യയെയും അയാൾ വിളിച്ചുണർത്തി. ഫസല്ലത്ത്, അവളും നിസ്കരിച്ചു. ഫഇൻ അബത്ത്, നിസ്കരിക്കാൻ എഴുന്നേൽക്കാൻ ഇത്തിരി അവൾ മടി കാണിക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ നളഹ ഫീ വജ്ഹിൽ മാഅ, അവരുടെ മുഖത്തേക്ക് ഇത്തിരി വെള്ളം കുടഞ്ഞു. അങ്ങനെയുള്ള ഭർത്താവിനെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വറഹിമല്ലാഹു ഇംറാത്തൻ, ഒരു പെണ്ണിനെയും അല്ലാഹു, ഒരു ഭാര്യയെയും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഖാമത്ത് മിനൽ ലൈലി, അവൾ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിച്ചു. സുമ്മ ഖദത് സൗജഹാ, അവളുടെ ഭർത്താവിനെ അവൾ വിളിച്ചുണർത്തി. എഴുന്നേൽക്കാൻ ഇത്തിരി വിമ്മിഷ്ടപ്പെട്ടപ്പോൾ ഇത്തിരി വെള്ളം കുടഞ്ഞ് അതിനെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെയുള്ള ഭാര്യ ഭർത്താക്കളെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതിപ്പോ ഭാര്യക്കും അറിയാം, ഭർത്താവിനും അറിയാം, വെള്ളം കുടഞ്ഞാൽ അടിയിട്ടുന്നുണ്ടായി ചെയ്യണ്ട, എഴുന്നേറ്റിട്ട് വിളിക്കുക, നല്ല നിലക്ക് വിളിക്കുക. സഹാബികൾക്ക് പിന്നെ അതൊന്നും വിഷയമല്ല, അവർ ഹദീസിൽ പഠിച്ചിട്ടുണ്ട്, വെള്ളം കുടഞ്ഞാൽ നല്ലതാ. മുത്തു മുസ്തഫായുടെ ആ ഒരു ചര്യ നടപ്പിലാക്കിയതാണ് എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എന്ന് തിരിയുമ്പോൾ അവിടെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അത് പഠിക്കാതെ പോയിട്ട് വെള്ളം കുടേണ്ടോ, അപ്പോൾ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ പോയിന്റ് മറന്നു പോകരുത്. എന്ത് വിളിച്ചുണർത്തണം കേട്ടോ, ഫർനിസ്കരിക്കാനല്ലോ, സുബഹിസ്കരിക്കാനല്ല. അപ്പൊ സുബഹിക്ക് എത്രത്തോളം വേണം? ഇത് സുന്നത്തിന്റെ കാര്യമാണ് ഈ പറയുന്നത്. ഇനിയും കേട്ടോ, അവർക്കുള്ള മഹത്വം കേട്ടോ. ഇദസ്തൈഖദ റജുലു മിനൽ ലൈലി വഅയ്ഖദ ഇംറഅതഹു ഫസല്ലയാ റകഅതൈനി കുതിബാ മിനദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്. ഏതെങ്കിലും ഒരു സ്ത്രീയോ പുരുഷനോ രാത്രിയിൽ എഴുന്നേറ്റു, എന്നിട്ട് നിസ്കാരം നിർവഹിച്ചു, മറ്റേയാളെ വിളിച്ചുണർത്തി. അങ്ങനെ രണ്ടാളും ഈ 2 റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ തന്നെ അല്ലാഹു ഖുർആനിൽ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ അഹ്സാബിലൂടെ, വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത് അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അദീമാ എന്ന അല്ലാഹു മദ്ഹ് പറഞ്ഞിട്ടുള്ള, അള്ളാഹ്ക്ക് ധാരാളമായി ദിക്ർ ചൊല്ലുന്ന പുരുഷന്മാര്, ധാരാളമായി ദിക്ർ ചൊല്ലുന്ന സ്ത്രീകൾ എന്ന് അള്ളാഹു പുകഴ്ത്തി പറഞ്ഞവരിൽ ഈ ആണിനെയും പെണ്ണിനെയും അള്ളാഹു എന്ത് ചെയ്യും? ഉൾപ്പെടുത്തും. നേടിക്കോളിൻ ജനങ്ങളെ, നേടിക്കോളിൻ. ഇതൊക്കെ വലിയ മഹത്വമാണ്, ഇതൊക്കെ വലിയ മഹത്വമാണ്. ഒരു മൂന്നാമൻ അവിടെ അറിയാനില്ല പടച്ച റബ്ബല്ലാതെ. ഞാൻ എൻ്റെ ഭാര്യനെ വിളിച്ചുണർത്തുമ്പോൾ ഞാനും എൻ്റെ ഭാര്യ റബ്ബ് അറിയുള്ളൂ. എൻ്റെ ഭാര്യ എന്നെ വിളിച്ചുണർത്തുമ്പോൾ അവളും ഞാനും എൻ്റെ റബ്ബ് അറിയുള്ളൂ. എൻ്റെ മക്കൾ പോലും അറിയുന്നില്ല. നമ്മളുടെ സ്വകാര്യതയുടെ റൂമുകളിൽ നമ്മൾ എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോൾ എന്തൊക്കെ കാര്യം നമുക്ക് അള്ളാഹിനോട് ചോദിക്കാണ്ട്. നമ്മളെ കാര്യം ചോദിക്കണം, നമ്മളെ മക്കളുടെ കാര്യം ചോദിക്കണം, ഇണയുടെ കാര്യം ചോദിക്കണം, പേരക്കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ബന്ധപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ദുന്യാവിന് വേണ്ടി, ആഖിറത്തിന് വേണ്ടി, മരണം നന്നാവാൻ, ഖബറിൽ ശാന്തി കിട്ടാൻ, മരണം എളുപ്പമായി കിട്ടാൻ, അതേപോലെ തന്നെ ഖബർ സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റുവാൻ, നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ, അതേപോലെ തന്നെ ആഫിയത്തുള്ള ദീർഘായുസ് കിട്ടുവാൻ, 100 കൂട്ടം ദുന്യവിയും ഉഖറവിയുമായ കാര്യങ്ങൾ എല്ലാം അടങ്ങുന്ന പ്രാർത്ഥന.